ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിനിയാണ്. ഇന്ന് നമ്മൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാനും ആരും മറക്കരുത്. എന്നാൽ പിന്നെ വേഗം തന്നെ നമുക്ക് നമ്മുടെ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഏത്തപ്പഴമാണ് എടുത്തേക്കുന്നത്. നന്നായി പഴുത്ത ഏത്തപ്പഴമാണ്. ഇത് നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ആ കറുത്ത അരികളില്ലേ, അതൊന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ എല്ലാത്തിനെയും നമുക്ക് ആ കറുത്ത അരികൾ ഒന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മൾ കറുത്ത അരികളെല്ലാം റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് നുടച്ചെടുക്കണം. ഇതുപോലെ ഫോർക്കോ എന്തെങ്കിലും യൂസ് ചെയ്തൊന്ന് നുടച്ചെടുത്താൽ മതി. ഇപ്പം നമ്മൾ മിക്സിയിലൊക്കെ അടിച്ചെടുക്കുകയാണെങ്കിൽ ഒരുപാട് അങ്ങ് ലൂസായി പോകും. അപ്പം ഇതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഒരുപാട് കട്ടകളൊന്നും കാണുകയും ചെയ്യരുത്. അതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും 1 സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ തരികളൊന്നും കാണരുത്, ആ രീതിയിൽ വേണം നമ്മൾ ഉടച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഈ പുഴുങ്ങിയ പഴത്തിൻ്റെ ആ നനവ് കൊണ്ട് മാത്രമാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ പരുവത്തിനാണ് ഇത് കുഴഞ്ഞ് കിട്ടേണ്ടത്. അപ്പോൾ ഇത് കുഴഞ്ഞ് വരുന്നതനുസരിച്ച് നമുക്ക് അതിനനുസരിച്ചുള്ള മാവ് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പോൾ ഇപ്പം നന്നായിട്ട് കുഴച്ച് ഇതാ നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ പരുവം. അതായത് ചപ്പാത്തി മാവിന് കുഴക്കുന്ന പോലെ തന്നെ അത്രയും സ്മൂത്തായിട്ടാണ് നമ്മളത് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഒരു കുറച്ച് സമയം കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് ഓയിലും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടെ നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10-20 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതുപോലെ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്തായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നമ്മുടെ ചപ്പാത്തിയുടെ പോലെ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കാം നമുക്കിത്. ഇപ്പം നമ്മളിതെല്ലാം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാവൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് പൊടിയൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് ഓരോ ബോൾസായിട്ട് വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ എല്ലാ ഭാഗത്തും ഒരേ തിക്നെസ് വരുന്ന രീതിയിൽ പരത്തിയെടുക്കാം. നടുവശം ഒരുപാട് ഫ്ലാറ്റായി പോകാതെ എല്ലാ ഭാഗത്തും സൈഡ്സൊക്കെ ഒരേപോലെ വരാനായിട്ട് ശ്രദ്ധിക്കണം. അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടിത് പൊങ്ങി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പം പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല, ഇത് തന്നെ മാത്രം മതി. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ ഇപ്പം നമ്മൾ ആദ്യത്തെ ചപ്പാത്തി പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ആ ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ട് ഒരു കുമ്മുള പോലെ വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ചപ്പാത്തി ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ചെറിയ കുമ്മുളകളൊക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് അപ്പത്തെ സൈഡൊന്ന് തിരിച്ചു കൊടുക്കാം. അപ്പോൾ അപ്പത്തെ സൈഡ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് സൈഡ്സിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടിത് പൊങ്ങി വരും. അപ്പോൾ ആ സൈഡ് നന്നായിട്ട് വീർത്ത് വന്നതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അവിടെ ഇപ്പം ആ ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സൈഡ് അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, നല്ല രീതിയിൽ അത് പൊങ്ങി വരും. അപ്പോൾ നമ്മളുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാകും, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും മറക്കാതെ അറിയിക്കണം. ഇന്നത്തെ നമ്മുടെ ഈ ചപ്പാത്തി എല്ലാവർക്കും ഇഷ്ടമായി കാണുന്ന ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.